ഇത് മൈസൂരിൽ നിന്നും വന്നിരിക്കുന്ന വർക്കാണ്. ഹൈഡ്രോ ഡിപ്പിംഗ് കാർബൺ ഫൈബർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് പുട്ടി വർക്കുണ്ട്, അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുട്ടി വർക്ക് ചെയ്തതിന് ശേഷമെല്ലാമാണ് പ്രൈമറൊക്കെ അടിച്ച് ബേസ് അടിച്ച് ഹൈഡ്രോ ഡിപ്പ് ചെയ്യുന്നത്. കാർബൺ ഫൈബറാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇനി അത് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. മൈസൂരിൽ നിന്ന് വന്നിട്ടുള്ള പാർട്സുകളിൽ ചിലത് കുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ വലിയ പീസുകളാണ്. ഇപ്പോൾ ഗ്രേ ബേസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രേ കളർ. ഡിപ്പ് ചെയ്യുന്നതിന് മുൻപ് ബേസ് കോട്ട് ഗ്രേ കളർ അടിച്ചുകൊണ്ടിരിക്കുന്നു. കാർബൺ ഫൈബർ ഫോർഡ് എന്ന് പറയുന്ന ലോഗോ വരുന്നതിൻ്റെ ഫ്രെയിമാണിത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം ക്ലിയർ കോട്ട് അടിക്കും. കാർബൺ ഫൈബറിൻ്റെ ഫിലിം ഇട്ടതാണ് കണ്ടത്. കാർബൺ ഫൈബർ ഫിലിമിലേക്ക് ആക്ടിവേറ്റർ അടിച്ചു കൊടുക്കുകയാണ്. നേരത്തെ കണ്ട ഫ്രെയിമിനകത്ത് വരുന്ന ഫോർഡിൻ്റെ ലോഗോ. ആ സെയിം കസ്റ്റമറിൻ്റെ തന്നെയാണ്, മൈസൂരിൽ നിന്നും വന്ന പാർട്സുകളാണ്. ഇതെല്ലാം ഫോർഡ്, ഫിഗോ, എക്കോസ്പോർട്ട് എന്നീ വാഹനങ്ങളുടെയാണ്.
അപ്പോൾ മൈസൂരിൽ നിന്നും ഇന്ന് രാവിലെയാണ് എത്തിയത്. വർക്ക് ഇന്ന് തന്നെ തുടങ്ങി. സാറ്റർഡേ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡിപ്പ് ചെയ്ത് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഡ്രൈ ആയതിനു ശേഷമാണ് ഇനി ക്ലിയർ കോട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടതുപോലെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പീസുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ക്ലിയർ കോട്ട് അടിക്കും. ക്ലിയർ കോട്ടിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ കോട്ട് കഴിഞ്ഞതിന് ശേഷം കാണാം. ക്ലിയർ കോട്ട് അടിച്ചിരിക്കുകയാണ്. മൈസൂരിൽ നിന്നും വന്ന 34 പീസ് കാർബൺ ഫൈബർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ക്ലിയർ അടിക്കുന്നതിന് മുൻപും ക്ലിയർ അടിച്ചതിന് ശേഷമുള്ള പാർട്സുകൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ആഫ്റ്റർ ക്ലിയർ ഇതിപ്പോൾ ബൂത്തിൽ നിന്നും ഇറക്കി ഇവിടെ പുറത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലിയർ കോട്ടൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ മാറ്റ് ഫിനിഷിലാണ് കാണുന്നത്. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ക്ലിയർ അടിക്കുന്നതിന് മുൻപാണ് ഈ കാണുന്നത്. ഇനി ക്ലിയർ അടിച്ചതിന് ശേഷം കാണിക്കാം. മൈസൂരിൽ നിന്നും വന്ന പാർട്സുകൾ നമ്മൾ കാർബൺ ഫൈബർ ചെയ്ത് ക്ലിയർ കോട്ടൊക്കെ കഴിഞ്ഞ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നേരെ ഡെലിവറിയാണ് കേട്ടോ. ഡെലിവറിക്ക് മുൻപ് പൊടി തട്ടുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. ഇതുപോലെ കാർബൺ ഫൈബർ
നിങ്ങളുടെ വാഹനങ്ങളിലെ പാർട്സുകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഡിപ്മെയിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരൂ. ഈ പാർട്സുകൾ അഴിക്കാൻ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ അഴിച്ചെടുക്കുന്നതായിരിക്കും. അഴിച്ചെടുത്ത് 3 ദിവസത്തിനുള്ളിൽ ഇതുപോലെ കാർബൺ ഫൈബറോ വുഡോ ഏത് പാറ്റേൺ വേണം നമുക്ക് ചെയ്യാം.